So today we are starting a new subject, electromagnetic theory or electromagnetic field theory. So electromagnetic theory നന്നായിട്ട് മനസ്സിലാവണമെങ്കിൽ നിങ്ങളുടെ മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് കുറച്ച് സ്ട്രോങ് ആയിരിക്കണം. എന്നാലും ഐ വിൽ ബി ടീച്ചിങ് ഫ്രം ദ ബേസ് ഓൺലി. വെക്ടർ മുതൽ എന്താണ് വെക്ടർ സ്കെയിലർ എല്ലാം പറഞ്ഞു തന്നെയായിരിക്കും പോവുക. സോ ബി അറ്റൻറ്റീവ്. സോ EMT എന്ന് പറയുന്നത് ഒരു നമ്മൾ ബിടെക് സ്റ്റുഡൻസ് ഒക്കെ ഒരു ഡിഫിക്കൽട്ടായിട്ട് കാണുന്ന ഒരു സബ്ജക്റ്റ് ആണ്. സോ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ. സോ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി. സോ അതിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് തിയറിയാണ്. ഓക്കെ. സോ വാട്ട് ഈസ് ഫീൽഡ്? ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീൽഡ് ഈസ് എ ഫംഗ്ഷൻ ദാറ്റ് സ്പെസിഫൈസ് എ പർട്ടിക്കുലർ ക്വാണ്ടിറ്റി എവരിവെയർ ഇൻ എ റീജിയൻ. സോ അതെന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി എനി റീജിയൻ. നമ്മളൊരു ക്രിക്കറ്റ് ഫീൽഡാണ്, ഇപ്പോൾ കൺസിഡറിങ് ക്രിക്കറ്റ് ഫീൽഡ് ആണെങ്കിൽ സോ ഇതാ ഒരു നമ്മളിപ്പോൾ ഒരു ക്രിക്കറ്റ് ഫീൽഡ് കൺസിഡർ ചെയ്താൽ ഇതായിരിക്കും എൻ്റെ കംപ്ലീറ്റ് റീജിയൻ എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ഫീൽഡ് ഇതാണ്. സോ നമ്മൾ ക്രിക്കറ്റിൽ നമ്മൾ ആ ഫീൽഡ് എന്നൊരു ടേമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ബെസ്റ്റ് എക്സാമ്പിൾ അത് തന്നെയാണ്. സോ ഫീൽഡ് ഈസ് എ ഫംഗ്ഷൻ ദാറ്റ് സ്പെസിഫൈസ് എ പർട്ടിക്കുലർ ക്വാണ്ടിറ്റി എവരിവെയർ ഇൻ എ റീജിയൻ. അതൊരു ബേസിക്കലി നമ്മളിപ്പം XY പ്ലെയിൻ ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ഫീൽഡ് എന്നുള്ള ഒരു ഫിസിക്കൽ മീനിങ് ആണ് പറയുന്നത്. സോ ദെൻ വാട്ട് യു മീൻ ബൈ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? So electromagnetic field is produced by the interaction of time varying electric and magnetic fields. So നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. സോ അവ തമ്മിലുള്ള ഇന്ററാക്ഷൻ, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ഇന്ററാക്ഷൻ, ടൈം വേരിയിങ് മീൻസ് വിത്ത് റെസ്പെക്ട് ടു ടൈം അത് ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. സോ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഇന്ററാക്ഷൻ ഓഫ് ടൈം വേരിയിങ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. സോ ഇനി നമുക്ക് നോക്കാം വാട്ട് ഈസ് ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താണ് അതിനുള്ള എക്സാമ്പിൾസ് എന്താണ്. നമുക്കറിയാം ഒരു ഹൈ വോൾട്ടേജ് ആണെങ്കിൽ there will be electric field around that അല്ലേ. നമ്മൾ അതുകൊണ്ടാണ് കൊറോണ എഫക്ട്, സ്കിൻ എഫക്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പവർ സിസ്റ്റത്തിൽ കേട്ടിട്ടുണ്ടോ? സ്കിൻ എഫക്റ്റും കൊറോണ എഫക്റ്റ് ഒക്കെ കേട്ടിട്ടുണ്ടോ? പവർ സിസ്റ്റത്തിൽ പഠിച്ചിട്ടുണ്ടോ? അതെ. അപ്പൊ സ്ട്രോങ് വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ വോൾട്ടേജ് ഇൻ റേറ്റിംഗ്സ് ഓഫ് കിലോ വോൾട്ട് ഒക്കെ ആണെങ്കിൽ there will be an electric field. സോ അതുകൊണ്ട് സ്കിൻ എഫക്റ്റും കൊറോണ എഫക്റ്റ് ഒക്കെ ഉണ്ടാവും. ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് സ്കിൻ എഫക്റ്റ് കൂടുക, അങ്ങനെ കുറെ ഫിനോമിനാസ് ഉണ്ട്. സോ വോൾട്ടേജ് പ്രൊഡ്യൂസസ് ഇലക്ട്രിക് ഫീൽഡ്. സോ ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസസ് മാഗ്നറ്റിക് ഫീൽഡ്. നമുക്ക് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇഫ് യു ആർ ടേക്കിംഗ് എ പെർമനന്റ് മാഗ്നറ്റ്, ഒരു മാഗ്നറ്റ് എടുത്തിട്ട് ദർ ഈസ് ആൻ ഇൻഡക്ടർ, ഒരു കോയിൽ അതിൽ ചുറ്റിയിട്ടുണ്ട്. ഒരു പെർമനന്റ് മാഗ്നറ്റ് എടുത്തു, ഒരു കോയിൽ അതിൽ ചുറ്റിയിട്ടുണ്ട്. അപ്പൊ അതിലൂടെ കറണ്ട് പോകണം. നമുക്കറിയാം I = dq/dt. സോ അതിലൂടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് കാരണം there will be a magnetic flux. മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് there will be a magnetic flux from north pole to south pole. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അത് ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നുള്ളതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. അതിനെപ്പറ്റി അധികം ചിന്തിക്കേണ്ട. സോ ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ എന്താണ്, there will be a magnetic field produced. സോ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഒക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ kept in a magnetic field, there will be an EMF produced. സോ ഇതെല്ലാം ലിങ്ക്ഡ് ആണ്. സോ കറന്റ് produces magnetic field and time varying magnetic field produces an electric field. ടൈം വേരിയിങ് രണ്ട് കാര്യങ്ങളും ഇന്റർറിലേറ്റഡ് ആണ്. സോ അതാണ് ഇലക്ട്രിക് ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡും ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡും. സോ ട്രാൻസ്ഫോമറിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡക്റ്റീവ് കോയിലിനകത്ത് EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. ട്രാൻസ്ഫോമറിൽ പെർമനന്റ് ഒരു മാഗ്നറ്റ് ഉണ്ടാവും, അതിൽ ചുറ്റിട്ടുണ്ടാവും, പ്രൈമറി ആൻഡ് സെക്കൻഡറി ഉണ്ടാവും. സോ there will be സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF as well as mutually induced EMF. സോ ഇതെല്ലാം ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. സോ ടൈം വേരിയിങ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. സോ ഇത് തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്. ശരിക്കും ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് നമ്മുടെ സർക്യൂട്ട് തിയറി, നമ്മൾ ഇതിന് മുൻപ് നമ്മളെ ഇപ്പം ഏത് യൂണിവേഴ്സിറ്റിയുടെ കോഴ്സ് ആണെങ്കിലും അതിൽ ആദ്യം നമ്മൾ സർക്യൂട്ട് തിയറി പഠിക്കും, അതിനുശേഷമാണ് ഫീൽഡ് തിയറി പഠിക്കുക. സോ സർക്യൂട്ട് തിയറിയിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളും സർക്യൂട്ട് തിയറിക്കകത്ത് നമ്മളിപ്പോൾ ഒരു സർക്യൂട്ട് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സർക്യൂട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ സർക്യൂട്ട് ഏത് മീഡിയത്തിൽ വെക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് നമ്മൾ നോക്കുന്നില്ല. ഇപ്പൊ 2 ആംപിയർ കറണ്ട് പോകണം, നമ്മൾ അങ്ങനെ അതാണ് സർക്യൂട്ട് തിയറി നമ്മൾ ചെയ്യുക. മീഡിയമും ഫ്രീ സ്പേസും നമ്മൾ നോക്കാറില്ല സർക്യൂട്ട് തിയറിക്കകത്ത്. സോ
സോ സർക്യൂട്ട് തിയറിയും ഇലക്ട്രിക് ഫീൽഡ് തിയറിയും തമ്മിലുള്ള ഡിഫറൻസ്. സർക്യൂട്ട് തിയറിയുടെ ഒരു അഡ്വാൻസ്ഡ് ഏരിയയാണ് ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ അവിടെ ഏത് മീഡിയത്തിലാണ് ഇത് വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യും. സോ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് it's a field which involves interaction of എന്താണ് ഇലക്ട്രിക് ഫീൽഡ് വിത്ത് മാഗ്നറ്റിക് ഫീൽഡ്. സോ ഒരാളിപ്പോൾ നിങ്ങളോട് എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് you should be able to answer. സോ ഈ ഒരു അതായത് EMT അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് തിയറി എന്നുള്ള സബ്ജക്റ്റിൽ നിങ്ങൾ പഠിക്കുന്ന ഈ ഒരു 4 കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ പഠിക്കുന്നുള്ളൂ. ബീറ്റ് ഒരു ഇപ്പം യൂണിവേഴ്സിറ്റി കോഴ്സ് വർക്ക് ആണെങ്കിലും ഇപ്പോൾ ഗേറ്റ് എക്സാം ആണെങ്കിലും ഏതോ ഒരു എക്സാമിലും ഇലക്ട്രോമാഗ്നറ്റിക് തിയറി സിലബസിൽ പറയുമ്പോൾ അത് വളരെ ഷോർട്ട്, ഇതിനകത്ത് ഒരുപാട് സബ് ഹെഡിങ്സ് ഉണ്ട്. ഇതിൽ നിങ്ങൾ പഠിക്കുന്നത് സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡ്, അത് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. സോ ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ കുറേ കാര്യങ്ങളാണ് നിങ്ങൾ പ്ലസ് 12th ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുള്ളത്. ഗോസ് ലോ, ആംപിയർ സർക്യൂട്ട് ലോ, ബയോസാവാർട്സ് ലോ, മാഗ്നറ്റോസ്റ്റാറ്റിക്സ് ആണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പം ശരിക്കും ആദ്യത്തെ ഒരു 30-40% എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് EMTയിൽ വരിക. ഓക്കെ, സോ static electric field, then static magnetic field, then we go for electromagnetic field. രണ്ടും കൂടെ ഉള്ള മിക്സ് electromagnetic field and then plane wave propagation. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്കൊക്കെ പോയാൽ എന്താണ് എഫക്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു. So far we have seen what is a field, then what is electromagnetic field, then അതിന്റെ കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, how electric field, how magnetic field, such things. Then ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ how electromagnetic field theory is divided as a subject. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്, മാഗ്നറ്റോസ്റ്റാറ്റിക്, then electromagnetic field, then plane wave propagation. പക്ഷേ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ there is a lot of mathematics that you should know. അതാണ് വെക്റ്റർ അനാലിസിസ്. സോ ഇതിന്റെ എല്ലാം ബേസിക്സ് എന്ന് പറയുന്നത് വെക്റ്റർ അനാലിസിസ് ആണ്. സോ ഇത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ കോഴ്സ് ചെയ്തപ്പോൾ കൺട്രോൾ സിസ്റ്റം നെറ്റ്വർക്ക് ചെയ്തപ്പോൾ പലയിടത്തും നിങ്ങൾക്ക് മാത്തമാറ്റിക്സിൽ ഡിഫിക്കൽറ്റി വന്നിരുന്നു വെക്ടർ എടുക്കാനും. സോ ഇത് ശരിക്കും ഒരു ആദ്യത്തെ ഒരു 30-40% മാത്തമാറ്റിക്സ് ആണ് EMT എന്ന് പറയുന്നത്. ഓക്കെ, സോ വെക്ടർ അനാലിസിസ് ആയിരിക്കും നമ്മുടെ ചാപ്റ്റർ 1 എന്ന് പറയുന്നത്. And then let's see some difference between circuit theory and field theory. So circuit theory എന്ന് പറഞ്ഞാൽ it deals with the voltage and current, and field theory means electric and magnetic field, all of you know. Then എന്താണ് മെയിൻ ഡിഫറൻസ്? വോൾട്ടേജ് ആൻഡ് കറണ്ട് എന്ന് പറയുന്നത് സ്കേലേഴ്സ് ആണ്, ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് വെക്ടേഴ്സ് ആണ്. സോ ഇങ്ങനെയുള്ള വളരെ JEE അങ്ങനെയുള്ള KCB സബ് എഞ്ചിനീയർ ലെവലുള്ള എക്സാംസിനൊക്കെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ വരാം. ഇതെന്ന് പറയുന്നത് ഇപ്പൊ അതൊരു ഫീൽഡ് തിയറി എന്നുള്ള സബ്ജക്ട് സിലബസിൽ വേണമെന്നില്ല. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അങ്ങനെയുള്ള വളരെ ചെറിയ ക്വസ്റ്റ്യൻസ് അങ്ങനെയുള്ള എക്സാംസിന് ചോദിക്കാം. ഈവൻ BTech ക്വാളിഫിക്കേഷനുള്ള എക്സാംസിനും ചോദിക്കാം. എന്തായാലും AE നിങ്ങളുടെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എക്സാം, KCB ആ എക്സാംസിനൊക്കെ ഫീൽഡ് തിയറി സിലബസിലുണ്ട്. JEE സബ് എഞ്ചിനീയർ എക്സാമിന് ഫീൽഡ് തിയറി ഇല്ല. ദെൻ എന്താണ് റേഡിയേഷൻ എഫക്ട്സ് ഒക്കെ നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നു. റേഡിയേഷൻ എഫക്ട്സ് ഒക്കെ നമ്മൾ എന്താണ് ഫീൽഡ് തിയറിയിൽ കൺസിഡർ ചെയ്യുന്നു. ദെൻ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ സർക്യൂട്ട്സ് ക്യാൻ ബി അനലൈസ്ഡ്. അതായത് ഇപ്പോൾ ഒരു കറണ്ട് നമ്മളിപ്പോൾ ഒരു സോഴ്സ് ഒരു റിസീവിങ് എൻഡും ഉണ്ടെങ്കിൽ അത് നമുക്ക് ആ ഒരു സർക്യൂട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. ബട്ട് മീഡിയം ലൈക്ക് ഫ്രീ സ്പേസ് നമുക്ക് ആ ഒരു മീഡിയം നമ്മൾ നമ്മളിപ്പോൾ സർക്യൂട്ട് നെറ്റ്വർക്ക്സ് നിങ്ങൾ പഠിച്ചാണ്. സൂപ്പർ പൊസിഷൻ തിയറം ആണെങ്കിലും എന്ത് തിയറം ആണെങ്കിലും മാക്സിമം പവർ എന്ത് തിയറം ആണെങ്കിലും അത് ആ ഒരു മീഡിയത്തിനെ അത് അനലൈസ് ചെയ്യുന്നില്ല. പക്ഷെ സർക്യൂട്ട് തിയറി നമുക്കറിയാം മീഡിയത്തിനെ അനലൈസ് ചെയ്യുന്നു. നമ്മളിപ്പം ε0 അങ്ങനെയുള്ള പെർമിറ്റിവിറ്റി എല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. ദെൻ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഓൺലി ഇൻ ലോ ഫ്രീക്വൻസി ആണ്. ദിസ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഫ്രീക്വൻസി. ഫീൽഡ് തിയറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഫ്രീക്വൻസി. ദെൻ വി വിൽ മൂവ് ഓൺ ടു ആപ്ലിക്കേഷൻ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? എല്ലാവരും ഉണ്ടോ അവിടെ? ഹലോ ഹലോ ഓക്കെ, ഇനി നമുക്ക് ഫീൽഡ് തിയറിയുടെ ആപ്ലിക്കേഷൻസ്. ഓക്കെ, ഇവിടുന്ന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടാവുന്നതാണ്. ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ 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 ദെൻ മൈക്രോവേവ്സ്, ആന്റിന, ഇലക്ട്രിക് മെഷീൻ, ട്രാൻസ്ഫോമർ, ഇതിലൊക്കെ ഫീൽഡ് തിയറിയുടെ ആപ്ലിക്കേഷൻസ് ആണ്. ഇപ്പൊ ഇലക്ട്രിക് മെഷീൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഈ DC മെഷീനും എല്ലാം
അതായത് ഒരു മാഗ്നറ്റും കറണ്ട് ക്യാരിങ് കണ്ടക്ടറൊക്കെ ഉള്ള മാഗ്നറ്റിക് ഫീൽഡൊക്കെ വരുന്ന എല്ലായിടവും നമുക്ക് ഫീൽഡ് തിയറിയുടെ ആപ്ലിക്കേഷൻ ആണ്. ദെൻ പവർ സിസ്റ്റത്തിൽ, ഇലക്ട്രോ മെക്കാനിക്കൽ റിലേയിൽ, വയർലെസ് കമ്മ്യൂണിക്കേഷൻ, ഒപ്റ്റിക്കൽ ഫൈബർ, ഇതിലെല്ലാം ദീസ് ആർ ഓൾ ആപ്ലിക്കേഷൻസ് ഓഫ് ഫീൽഡ് തിയറി. ഓക്കെ, ഇനി നമ്മൾ വി ആർ മൂവിങ് ഓൺ ടു ദ ബേസിക്സ്. സോ നമ്മുടെ ചാപ്റ്റർ 1 അല്ലെങ്കിൽ ലൈക്ക് ഫീൽഡ് തിയറി എന്താണ്, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് തിയറി എന്താണ്, വാട്ട് ഇറ്റ് ഇൻവോൾവ്സ്, എല്ലാവർക്കും ഒരു ലൈക്ക് ഈ ഒരു 11 മിനിറ്റ്സ് 8 o'clock 11 മിനിറ്റ്സ് ആയി. സോ ഈ 11 മിനിറ്റ്സ് കൊണ്ട് ഐ തിങ്ക് നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക്. കാരണം ഈ ഒരു സബ്ജക്റ്റ് അധികം ആരും പഠിപ്പിക്കാറില്ലെന്ന് തോന്നുന്നു. സോ എന്താണ് EMT എന്നുള്ളത്, ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി, ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് തിയറി എന്താണെന്നുള്ളത് ഐ തിങ്ക് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി. എന്താണ് നിങ്ങൾക്ക് പഠിക്കേണ്ടതെന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് അതിന്റെ ആപ്ലിക്കേഷൻസ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വെക്റ്റർ അനാലിസിസ് ആണ്. സോ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി എ സ്കേലാർ ക്വാണ്ടിറ്റി ആസ് വെൽ as വെക്റ്റർ ക്വാണ്ടിറ്റി. സോ നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്നതാണ്. വെക്റ്റർ മീൻസ് ഇറ്റ് വിൽ ബി ഹാവിംഗ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. സ്കേലാർ മീൻസ് മാഗ്നിറ്റ്യൂഡ് മാത്രം ഉണ്ടാവും, ദർ വിൽ നോട്ട് ബി ഡയറക്ഷൻ. സോ അതുകൊണ്ടാണ് നമ്മൾ ഡിഫറൻസ് ബിറ്റ്വീൻ സർക്യൂട്ട് ആൻഡ് ഫീൽഡ് തിയറി പറഞ്ഞപ്പോൾ ആ ഒരു ഡിഫറൻസ് ഒക്കെ പറയുന്നത്. വോൾട്ടേജ് ആൻഡ് കറണ്ട് എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് സ്കേലാർ ക്വാണ്ടിറ്റി, ആൻഡ് എന്താണ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, സോ നൗ വി വിൽ മൂവ് ഓൺ ടു ഇതെന്ന് പറയുന്നത് നിങ്ങൾ വെക്റ്റർ അനാലിസിസ് നിങ്ങൾ പഠിക്കേണ്ടതാണ്. കോർഡിനേറ്റ്സിനെ പറ്റി പഠിക്കണം, പ്ലെയിൻസിനെ പറ്റി പഠിക്കണം, ആക്സിസ്, ദെൻ യൂണിറ്റ് വെക്റ്റർ, പൊസിഷൻ വെക്റ്റർ, ഡിഫറൻഷ്യൽ ലെങ്ത്, ഏരിയ ആൻഡ് വോളിയം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഇത്രയും കാര്യങ്ങൾ. സോ കാർട്ടീഷ്യൻ അല്ലെങ്കിൽ റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ, കുറേ ഡൗട്ട്സ് വരുന്ന ഏരിയ ആണ്. സോ കാർട്ടീഷ്യൻ അല്ലെങ്കിൽ റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം നമുക്കറിയാം. XYZ പ്ലെയിൻ നമ്മൾ ഇങ്ങനെയാണ്, XYZ. സോ എ പോയിന്റ് ഈസ് റെപ്രസെന്റഡ് ബൈ കോർഡിനേറ്റ്സ് X. അത് നമ്മൾ അറിയാം. ഇപ്പോൾ ഒരു പോയിന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ A എന്നൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അതിനെ XYZ. അപ്പൊ അതിന്റെ X കോർഡിനേറ്റ്, Y കോർഡിനേറ്റ്, Z കോർഡിനേറ്റ്, അങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. Then it is a right hand coordinate system ആണ്. സോ ആ ഒരു റൈറ്റ് ഹാൻഡ് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയാൻ കാര്യം എന്താണ്? ലൈക്ക് ഇപ്പൊ നമ്മുടെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോളൂ. നമ്മുടെ കൈ നമ്മളിങ്ങനെ മടക്കി പിടിക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു ഡയറക്ഷൻ, ഈ ഒരു ഡയറക്ഷൻ സൂചിപ്പിക്കാനാണ് അത് പറയുന്നത്. നമ്മുടെ കേളിന്റെ ഡയറക്ഷനിലായിരിക്കും ഇതിന്റെ ഒരു കോർഡിനേറ്റ്സ് പോവുക. അതായത് XYZ, അതാണ്. ഇറ്റ് ഈസ് എ റൈറ്റ് ഹാൻഡ് കോർഡിനേറ്റ് സിസ്റ്റം. ആ പറഞ്ഞത് മനസ്സിലായോ? പോയിന്റ് ഈസ് റെപ്രസെന്റഡ് ബൈ, അല്ലെങ്കിൽ ഇതിന്റെ ഡയറക്ഷൻ ഈ ഒരു ഡയറക്ഷൻ ആണെന്ന് നിങ്ങൾ പഠിച്ചാൽ മതി. XYZ-ലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറ്. സോ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ കോർഡിനേറ്റ്സ് XYZ. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പോയിന്റിന് X-ഉം Y-ഉം Z-ഉം ആക്സിസ് ഉണ്ടാവും. ഈ ഒരു പോയിന്റ് A ആണെങ്കിൽ XYZ രണ്ടും, അതായത് ഒറിജിനിൽ നിന്നുള്ള ദൂരങ്ങൾ നമുക്ക് നോക്കാം. ഹൗ ടു റെപ്രസെന്റ് എ പോയിന്റ് ഇൻ ഫ്രീ സ്പേസ് അതാണ് നമ്മൾ നോക്കുന്നത്. ഹൗ ടു റെപ്രസെന്റ് എ പോയിന്റ് ഇൻ ഫ്രീ സ്പേസ്. ഒരു കോർഡിനേറ്റ് ഒരു XYZ, അപ്പൊ നമ്മൾ അതിനെ നമുക്ക് A എന്ന് വിളിക്കാം. ദിസ് പോയിന്റ് ഇസ് A. സോ ഒറിജിനിൽ നിന്ന് X ദൂരം, then Y and this is Z. സോ XYZ. അപ്പൊ ഇതാണ് ആ പോയിന്റ്. നിങ്ങൾ ഇങ്ങനെ ആ ഒരു 3 ഡയമെൻഷനിലായിട്ട് ചിന്തിക്കണം. X-ഉം Y-ഉം Z-ഉം ഉണ്ട്. സോ 3 ഡയമെൻഷനിലായിട്ട് ചിന്തിക്കണം. ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ലൈക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു ബോക്സ് ആണെങ്കിൽ ഒരു 3 ഡയമെൻഷണൽ ഫിഗർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കണം. സോ ഈ ഒരു 3 ഡയമെൻഷണൽ റെപ്രസെന്റേഷൻ ആണ് പറയുന്നത്. A എന്നുള്ള പോയിന്റ്, അതിന് 3 ആക്സിസ് ഉണ്ടാവും, XYZ, അതായത് ആ ഒരു ദൂരമാണ് പറയുന്നത്. ഒരു പോയിന്റ് ഫ്രീ സ്പേസിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. ദെൻ നമ്മൾ ഇനി ഒരു ടേം എന്ന് പറയുന്നത് പ്ലെയിൻ. ഇപ്പൊ നമ്മൾ XZ പ്ലെയിൻ, XY പ്ലെയിൻ, YZ പ്ലെയിൻ, അങ്ങനെ 3 പ്ലെയിൻ നമ്മൾ പറയാറുണ്ട്. അതെങ്ങനെയാ പറയുന്നത് നോക്കാം. സോ ദിസ് ഈസ് X, സോറി, ദിസ് ഈസ് X, ദിസ് ഈസ് Y ആൻഡ് ദിസ് ഈസ് Z. സോ XYZ ഇതാണെങ്കിൽ XZ പ്ലെയിൻ എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങളത് ഒരു 3 ഡയമെൻഷണൽ ഫിഗർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കണം. അതായത് X, Y,
ഇസഡ് എക്സ് വൈ സെഡ് ആണെങ്കിൽ ഈ ഒരു സൈഡ് എന്ന് പറയുന്നതാണ് എക്സ് ഇസഡ് പ്ലെയിൻ. ഒരു ബോക്സ് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതാണ് എക്സ് ഇസഡ് പ്ലെയിൻ. എക്സ് ഇസഡ് പ്ലെയിൻ ഇതാണെന്ന് മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ഫൈൻ. ഓക്കെ, നിങ്ങൾക്ക് അറിയാം കുറച്ച് കാര്യങ്ങളൊക്കെ. ഓക്കെ, വെരി ഗുഡ്. ദെൻ എന്താണ് എക്സ് ഇസഡ് പ്ലെയിൻ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ y വിൽ ബി കോൺസ്റ്റന്റ് ആൻഡ് എക്സ് ആൻഡ് ഇസഡ് വിൽ ബി വേരിയബിൾ. അതായത് വൈയുടെ വാല്യൂ ഇതിപ്പോ എക്സ് ഇസഡ് പ്ലെയിനിലാണ്. ഇപ്പൊ ഈ ഒരു നമ്മളൊരു ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു ലാറ്ററൽ സർഫസ് അതിന്റെ സൈഡ് എന്ന് പറയുന്നത് എക്സ് ഇസഡ് പ്ലെയിനിലാണെങ്കിൽ അതിന്റെ വൈയുമായിട്ട് അങ്ങനെ ഒരു ബന്ധമില്ല. അതിന്റെ വൈ ആക്സിസ് മാറില്ല, കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കും. ആൻഡ് എക്സും സെഡും വേരിയബിൾ ആയിരിക്കും. ഇപ്പൊ ഇതിൽ ഈ ഒരു പ്ലെയിനിൽ ഓരോ പോയിന്റ്സ് എടുക്കുന്നതനുസരിച്ച് എക്സും സെഡും മാറും, വൈ മാറില്ല. ഓക്കെ, അത് കണ്ടാൽ തന്നെ മനസ്സിലാവും വൈ മാറില്ല. അതാണ് പ്ലെയിൻ എന്ന് പറയുന്നത്. അതാണ് എക്സ് ഇസഡ് പ്ലെയിൻ. ഇവിടെയും എക്സ് ഇപ്പൊ നെയിം മാറ്റി കൊടുത്തിരിക്കുകയാണ്. അപ്പം ഇത് എക്സ് ഇസഡ് പ്ലെയിൻ ഇവിടെയാണ്. അപ്പം ഈ ഒരു സർഫസിലാണ് എക്സ് ഇസഡ് പ്ലെയിൻ വന്നിരിക്കുന്നത്. ഈ ഒരു ഫ്രണ്ട്, അതായത് ഫ്രണ്ട് വ്യൂ ആണ് ഇവിടുത്തെ എക്സ് ഇസഡ് പ്ലെയിൻ. കാരണം ഇത് എക്സ് ഇസഡ് ആണ്. അപ്പൊ ഈ ഒരു ആ ഒരു ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫ്രണ്ട് വ്യൂ ആണ് എക്സ് ഇസഡ് പ്ലെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്. പിന്നെന്താണ്, പിന്നെ നമുക്ക് ഓരോ പോയിന്റ് നമുക്കിപ്പം പ്ലെയിൻ അനുസരിച്ച് ഇപ്പൊ ഇതെന്താണ് വൈ ഇസഡ് പ്ലെയിൻ ആയിരിക്കും. ഇതെന്ന് പറയുന്നത് എക്സ് ഇസഡ് പ്ലെയിൻ ആയിരിക്കും. ഇതെന്ന് പറയുന്നത് എന്താണ് എക്സ് വൈ പ്ലെയിൻ ആയിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന അനുസരിച്ച്. Then we will see what is a vector. Vectors are those quantities which can be represented by magnitude and direction. Okay, നമ്മൾ പണ്ട് സ്കൂൾ മുതലേ പഠിക്കുന്നതാണ്. Then what is a unit vector? Unit vectorന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് കിട്ടാം. It is a vector with magnitude equal to unity and it is denoted by a cap എന്നാണ് ഇതിനെ denote ചെയ്യുക. A cap. That is unit vector. And then യൂണിറ്റ് വെക്ടർ എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യുക? യൂണിറ്റ് വെക്ടർ എ ക്യാപ്പ് ആണെങ്കിൽ എ ആണ് നമ്മുടെ വെക്ടർ എങ്കിൽ എ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറയുന്നുണ്ട് ഒബ്റ്റെയിൻഡ് ബൈ ഡിവൈഡിങ് എ വെക്ടർ ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. അതാണ് എന്താണ് യൂണിറ്റ് വെക്ടർ. ആൻഡ് യൂണിറ്റ് വെക്ടർ നമ്മൾ എന്തിനാണ് ശരിക്കും യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ് ടു ഇൻഡിക്കേറ്റ് ദ ഡയറക്ഷൻ ഓഫ് ദ വെക്ടർ ക്വാണ്ടിറ്റി. ഇപ്പം യൂണിറ്റ് ഇപ്പൊ ഇപ്പൊ 2 ഒന്നും നമ്മുടെ മാഗ്നിറ്റ്യൂഡ് ഉണ്ട് 2ax ഇങ്ങനെ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് 2 അതിന്റെ മാഗ്നിറ്റ്യൂഡ് 2 ആണ്, എക്സ് ഡയറക്ഷനിലാണ് പോകുന്നത്. നമ്മൾ ഇങ്ങനെ വേണം റെപ്രസെന്റ് ചെയ്യാം. അപ്പം എക്സ് വൈ പ്ലെയിനിലുള്ള ഒരാളാണെന്ന് വെച്ചു, എക്സ് വൈ പ്ലെയിനിൽ അപ്പം 3ay ക്യാപ് ഇങ്ങനെയൊക്കെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അതാണ് ഈ സെന്റൻസ് ഉദ്ദേശിക്കുന്നത്. It is used to indicate the direction of the vector quantities. യൂണിറ്റ് വെക്ടർ യൂസ് ചെയ്ത് നമുക്ക് ഡയറക്ഷൻ നമുക്ക് പറയാം. എനിക്ക് തോന്നുന്നു നമ്മളിത് 10th മുതലേ പഠിക്കുന്നതാണ് ഇതൊക്കെ. സോ വെക്ടർ യൂണിറ്റ് വെക്ടർ മീൻസ് മാഗ്നിറ്റ്യൂഡ് വിൽ ബി 1. അപ്പോൾ ഡിനോട്ട് ചെയ്യുന്നത് എ ക്യാപ്പ് ഒബ്റ്റെയിൻഡ് ബൈ ഡിവൈഡിങ് എ വെക്ടർ ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് എക്സ് വൈ ഇസഡ് പ്ലെയിനിൽ നമുക്കൊരു പോയിന്റ് ഉണ്ട് എ, x1 y1 z1. ഇപ്പോൾ വേണമെങ്കിൽ ഇറ്റ് ക്യാൻ ബി എനി നമ്പർ 3 4 6 ഇനി നമ്മൾ എന്തായാലും വാല്യൂസ് കൊടുത്ത് പറയണ്ട, നമുക്ക് അല്ലാണ്ട് പറയാം. അങ്ങനെയാണെങ്കിൽ ആ എ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? എ ഈക്വൽ ടു x1 ax ക്യാപ് പ്ലസ് y1 ay ക്യാപ് പ്ലസ് z1 az ക്യാപ്. സോ ഒരു വെക്ടർ എ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. യൂണിറ്റ് വെക്ടറിന്റെ യൂസ് എന്ന് പറയുന്നത് അതാണ്, അതിന്റെ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യാം. മേ ബി യു ക്യാൻ ഗെറ്റ് എ ക്വസ്റ്റ്യൻ വിച്ച് ഈസ് യൂസ് ടു സ്പെസിഫൈ ദ ഡയറക്ഷൻ ഓഫ് ദ ക്വാണ്ടിറ്റീസ്. അപ്പോൾ യൂണിറ്റ് വെക്ടർ, സ്കെയിലർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊസിഷൻ വെക്ടർ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ തരാം. ഞാൻ വളരെ ലോ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് PSC എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ബേസിക്സിൽ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, യൂണിറ്റ് വെക്ടർ ക്ലിയർ ആണോ? ഓക്കെ, കാരണം ഇതെല്ലാം ക്ലിയർ ആണെങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, then we will see what is a position vector. Position vector എന്ന് പറയുന്നത് നമ്മൾ we represented it by using letter R. R എന്താണ്? R and this shows a direction.
So a vector directed from origin towards any point is known as position vector at that point. Original നിന്ന് any point അതാണ് അതിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. കാരണം പൊസിഷൻ നമ്മൾ x2 minus x1 plus y2 minus y1 plus z2 minus z1. So origin ആവുമ്പോൾ x2 y2 z2 എന്നുള്ളത് 0 0 0 ആയിരിക്കും. So position vector means a vector directed from origin towards any point is known as position vector at that point. നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് കൂടുതൽ മാർക്കോളും. It is denoted by r cap. If the point A has the coordinates x, y, z, then the position vector of the point A is equal to x ax plus y ay plus z az. അതായത് ഒറിജിനിൽ നിന്ന് ആ പോയിന്റ്, that is the position vector. എത്രമാത്രം അതാണ് അതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്, x, y, z ദൂരത്തിൽ. So if a point A has the coordinates x, y, z, then the position vector of the point A is equal to x ax plus y ay plus z az. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. Suppose we have 2 points. നമ്മുടെ കയ്യിൽ ഒരു A ഉണ്ട്, x1 y1 z1, and we have a B also which is x2 y2 z2. അപ്പോൾ അതിന്റെ പൊസിഷൻ വെക്ടർ ആണ് RAB ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഓൾറെഡി RA എന്ന് പറയുന്നത് ഒറിജിനിൽ നിന്ന് ഉള്ള ആ ഒരു ദൂരം x1 y1 z. അപ്പോൾ നമ്മൾ RA പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് x1 ax പ്ലസ്, അപ്പോൾ നമുക്കറിയാം ഒരു വെക്ടറിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, മാഗ്നിറ്റ്യൂഡ് പ്ലസ് യൂണിറ്റ് വെക്ടർ. So x1 ax plus y1 ay plus z1 az, that is RA. And then what is RB എന്താണ്? RB എന്ന് പറയുന്നത് x2 ax plus y2 ay plus z2 az. അത് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഇനി നമുക്ക് RAB ആണ് നമുക്ക് വേണ്ടത്. RAB എന്താണ്? ഇറ്റ് ഈസ് RB മൈനസ് വെക്ടർ പറയുമ്പോൾ എപ്പോഴും നമ്മൾ RAB എന്ന് പറയുന്നത് RB മൈനസ് RA ആണ്. ഇറ്റ് ഈസ് നോട്ട് RA മൈനസ് RB. എപ്പോഴും ഓർത്തോണം. ഇനി അങ്ങോട്ട് വലിയ വലിയ പ്രോബ്ലങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഈ ഒരു ഏരിയയിൽ കൊണ്ടുവന്ന് തെറ്റിച്ചു കഴിഞ്ഞാൽ എല്ലാം തെറ്റും, ഡയറക്ഷനും നെഗറ്റീവും ഒക്കെ കിട്ടും. സോ RAB is RB minus RA. That is, it is directed from A to B. So B ആയിരിക്കും എപ്പോഴും വലുത്, അങ്ങനെ നിർബന്ധമില്ല. സോ this directed from A to B. So RB minus RA എന്താണ്? It is x2 minus x1 into ax plus y2 minus, നമ്മൾ നേരത്തെ നമ്മൾ RA എന്ന് നോക്കിയപ്പം എന്താണ് ഇനിഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് ഒറിജിൻ ആയിരുന്നു. അതുകൊണ്ടാണ് x1 y1 z1 ഈ ഒരു സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ബട്ട് ഇത് സ്റ്റാർട്ടിങ് ഫ്രം ദ ഒറിജിൻ. സോ അതുകൊണ്ടാണ് അവിടെ x2 minus x1 0 ആയി പോയത്. ഓക്കെ, സോ ഡയറക്റ്റഡ് ഫ്രം A to B, that is x2 minus x1 into ax plus y2 minus y1 into ay plus z2 minus z1 into az. ഇതാണ് പൊസിഷൻ വെക്ടർ. സോ നമ്മൾ so far we have seen unit vector and then we saw what is a position vector. ഈ രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, പൊസിഷൻ വെക്ടറിന്റെ ഫിഗറോ? ഇതാണ് പൊസിഷൻ വെക്ടറിന്റെ ഫിഗർ RAB. This is somewhere in the XYZ plane. Okay. Then magnitude of a vector. ഇപ്പോൾ നമ്മൾ ഓൾറെഡി x plus y എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നെറ്റ്വർക്കിലും കൺട്രോൾ സിസ്റ്റത്തിലും നമ്മൾ ഓൾറെഡി കണ്ടാണ്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുക, സ്ക്വയർ ചെയ്ത് മാഗ്നിറ്റ്യൂഡ് എടുക്കുക. സോ മോഡ് ഓഫ് RAB എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 minus y1 the whole square plus z2 minus, അതാണ് എൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ യൂണിറ്റ് വെക്ടർ എങ്ങനെ വരും? യൂണിറ്റ് വെക്ടർ അപ്പോൾ നമ്മൾ ഇത്രയും നാളെ പറഞ്ഞ കാര്യങ്ങൾ സമ്മറൈസ് ചെയ്യാണ്. യൂണിറ്റ് വെക്ടർ റെപ്രസെന്റ് ചെയ്യുന്നത് A ക്യാപ് യൂസ് ചെയ്താണ്. ഇവിടെ നമുക്ക് AB എന്നുള്ള ആ ഒരു പൊസിഷനിലുള്ളതിന്റെ ആ ഒരു വെക്ടറിന് യൂണിറ്റ് വെക്ടർ നമ്മൾ പറയുന്നത്. അപ്പോൾ AAB ഈസ് ഈക്വൽ ടു RAB പൊസിഷൻ വെക്ടർ. സോ അത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. സോ നമ്മൾ ഡയറക്ഷൻ കാണിക്കണം, divided by modulus of RAB. So that is, ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ഇത്രേ ഉള്ളൂ. യൂണിറ്റ് വെക്ടറും പറഞ്ഞു, പൊസിഷൻ വെക്ടറും പറഞ്ഞു. അത് തമ്മിലെടുത്താൽ എങ്ങനെ രണ്ട് ഒബ്റ്റെയിൻ ചെയ്യാം. പിന്നെ മോഡുലസും പറഞ്ഞു. So these 3 things. I hope it's clear. Then നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങളൊന്ന്
ഒന്ന് ശ്രമിച്ച് നോക്കിയാൽ നല്ലതായിരിക്കും. കാരണം ഞാൻ പറഞ്ഞു പോയാൽ ഞാനേ പഠിക്കുകയുള്ളൂ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. സോ 2 വെക്ടേഴ്സ് നമ്മൾ ഇപ്പം ഒരു പ്രാക്ടീസാണ്. മേ ബി നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കിട്ടാൻ കേട്ടോ. ഇത് ഞാൻ പ്രാക്ടീസ് ആയിട്ട് യൂസ് ചെയ്യുന്നെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഏതെങ്കിലും മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ് എക്സാംസിനൊക്കെ നിങ്ങൾക്ക് കിട്ടാവുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മുടെ കയ്യിൽ 2 വെക്ടേഴ്സ് ഉണ്ട്. വി ഹാവ് ഗിവൺ 2 വെക്ടേഴ്സ്. RA എന്ന് പറയുന്നത് AX 3AY + 4AZ ആണ്. RB എന്ന് പറയുന്നത് XYZ പ്ലെയിനിലുള്ള A ആൻഡ് B. അപ്പൊ അതിന്റെ X കോർഡിനേറ്റ്, Y കോർഡിനേറ്റ്, Z കോർഡിനേറ്റ് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ തന്നേക്കാണ്. A എന്ന് പറയുന്നത് AX 3AY 4AZ ആണെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ -1, -3, -4 എന്നൊക്കെ പറയുന്നത് X, Y ആൻഡ് Z കോർഡിനേറ്റ്സ് ആണ്. പിന്നെ ഈ AX എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയാണ്. അതാണ് അതിന്റെ യൂണിറ്റ് വെക്ടർ. സോ ഒരു വെക്ടർ ക്വാണ്ടിറ്റിയെ നമ്മൾ XYZ പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, നമുക്കറിയാം. അപ്പൊ നമുക്ക് 2 വെക്ടേഴ്സ് അതുപോലെ തന്നിട്ടുണ്ട്, RAയും RBയും. അതുപോലെ തന്നെ ഒരു പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട് 1, 3, 4. സോ ഈ ഒരു റെപ്രസെന്റേഷനും ഈ ഒരു റെപ്രസെന്റേഷനും എല്ലാം സെയിം തന്നെയാണ്. ലൈക്ക് ഇതിൽ നിന്ന് നമുക്കത് വെക്ടർ ആണോ അല്ലയോ എന്ന് പറയാൻ പറ്റില്ല എന്നുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് അതൊരു വെക്ടർ ആയിട്ട് തന്നെയാണ് അവർ എടുത്തിരിക്കുന്നത്. AC ചോദിച്ചിട്ടുണ്ട്. സോ ദാറ്റ്സ് എ വെക്ടർ ഓൺലി. ഈ ഒരു റെപ്രസെന്റേഷനും ഈ ഒരു റെപ്രസെന്റേഷനും ഇറ്റ്സ് ഓൾ സെയിം. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് RAB. RAB മീൻസ് അവർ പൊസിഷൻ വെക്ടർ. RAB ഒന്ന് കണ്ടുപിടിച്ചേ. വാട്ട് ഈസ് RAB? എന്താണ് RABയുടെ ഫോർമുല? RB - RA. ഓക്കെ, RAB ഒന്ന് കണ്ടുപിടിച്ചേ. RAB കണ്ടുപിടിക്കുക, യൂണിറ്റ് വെക്ടർ RAB അല്ലെ, മോഡുലസും കണ്ടുപിടിക്കുക. ഫൈൻഡ് RAB ആൻഡ് വാട്ട് ഈസ് മോഡ് ഓഫ് RAB. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓൾറെഡി ഇത് അറിയുന്നവരുണ്ടാവാം, പക്ഷെ അറിയാത്തവരും ഉണ്ടാവാമല്ലോ. അതുകൊണ്ട് സിമ്പിൾ കാര്യങ്ങൾ പറഞ്ഞു തന്നെ മുന്നോട്ട് പോകാം. നമുക്ക് ഒരുപാട് സമയമുണ്ട്. വി ഹാവ് എ ലോട്ട് ഓഫ് ടൈം. സോ നിങ്ങൾ ഇതുവരെ നമ്മൾ കവർ ചെയ്ത പോർഷൻസ് നന്നായിട്ട് പഠിച്ചു പോയാൽ മതി. അല്ല, ഇത് ഓപ്ഷൻ അല്ല. ABC എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് ആണ്. യൂണിറ്റ് വെക്ടർ A വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ, ഇല്ലേ? യൂണിറ്റ് വെക്ടർ A കണ്ടുപിടിച്ചൂടെ? C സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനോ? ഇപ്പം RAB കണ്ടുപിടിച്ചോ? മോഡ് ഓഫ് RAB കണ്ടുപിടിച്ചോ? മാഗ്നിറ്റ്യൂഡ് ഓഫ് RAB കണ്ടുപിടിച്ചല്ലോ. ഓക്കെ, നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകാം. അത് AAC. അപ്പം AAC എന്ന് ചോദിച്ചാൽ AC - AA അങ്ങ് ചെയ്താൽ മതി. RC - RA അങ്ങ് ചെയ്താൽ മതി. അപ്പൊ RAB എന്ന് പറയുന്നത് RB - RA. സോ ഇതാണോ കിട്ടിയത്? അതെ. സോ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 3² അല്ല, അങ്ങനെ തന്നെ വരും. റൂട്ട് ഓഫ് 3² + 5² + 6². അതിന്റെ ഉത്തരം നിങ്ങൾ കണ്ടുപിടിച്ചോളൂ. റൂട്ട് ഓഫ് 9 + 25 + 36 ആണ് ഉത്തരം. Then okay, യൂണിറ്റ് വെക്ടർ തന്നെയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് A ആണ് ചോദിച്ചിരിക്കുന്നത്. അത് കണ്ടുപിടിക്കൂ. ദാറ്റ് വെക്ടർ ഡിവൈഡഡ് ബൈ ആ A എന്നുള്ള യൂണിറ്റ് വെക്ടറിന്റെ മോഡുലസ്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് 2 പേര് മാത്രമേ റെസ്പോണ്ട് ചെയ്യുന്നുള്ളല്ലോ. ഓക്കെ, യൂണിറ്റ് വെക്ടർ കണ്ടുപിടിച്ചോ? ഇങ്ങനെയല്ലേ? സിമ്പിൾ അല്ലേ? A എന്നുള്ള വെക്ടർ അതാണ്. അതിന്റെ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് ദ യൂണിറ്റ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം കേട്ടോ. നമ്മളിത് EMTയുടെ ബേസിക്സ് എന്ന് പറഞ്ഞ് പഠിക്കുന്നെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഒരുപാട് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാംസിന് ചോദിക്കാം. SSC, PSCക്ക് എല്ലാം ചോദിക്കാം. കിട്ടിയ യൂണിറ്റ് വെക്ടർ കിട്ടിയോ? ഓക്കെ, ഇങ്ങനെയാ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ദെൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? AAC ആണ്.
AAC എന്ന് പറയുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? AAC കിട്ടിയോ? RAC ഡിവൈഡ് ബൈ മോഡ് ഓഫ് RAC. സോ RAC നമ്മൾ കണ്ടുപിടിക്കണം. സോ A എന്ന് പറയുന്നത് ഒരു വെക്ടർ ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. C എന്ന് പറഞ്ഞ പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. XYZ കോർഡിനേറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. സോ അത് നിങ്ങൾ സെയിം കറസ്പോണ്ടിങ് പോയിന്റ്സ് എടുത്ത് സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. സോ RAC RC മൈനസ് RA. ഇങ്ങനെയല്ലേ ചെയ്തേ? ആണോ? RC നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാമല്ലോ. RC 134 അല്ലെ? 134 എന്നാണോ? C എന്നുള്ള പോയിന്റ് 134 ആണ്. അതെ, അപ്പൊ നമുക്ക് അതിനെ ഒരു വെക്ടർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. AX plus 3AY plus 4AZ. അതിന്റെ മാഗ്നിറ്റ്യൂഡും അതിന്റെ ഡയറക്ഷനും വിത്ത് യൂണിറ്റ് വെക്ടർ. അതിന്റെ ആൻസർ ഇങ്ങനെ കിട്ടും. 2AX plus 6AY plus 8AZ and divided by root of 2 square plus 6 square plus 8 square. So അതാണ് യൂണിറ്റ് വെക്ടർ AAC. ഇനി നമുക്ക് ലൈക്ക് ഒരു പോയിന്റിൽ, അതായത് ഒരു പ്ലെയിനിൽ നമ്മളൊരു 3 ഡയമെൻഷണൽ ഫിഗർ റെപ്രസെന്റ് ചെയ്യുന്നു. സോ ഈ വക കാര്യങ്ങളൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് വി ഹാവ് ദ പ്ലെയിൻ XYZ പ്ലെയിൻ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, സോ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് 3 ഏരിയാസ് ആണ്. ഒന്നെന്ന് പറയുന്നത് ഈ ബോട്ടം സർഫസ്. ഓക്കെ, ഈ ഒരു ബോട്ടം സർഫസ് അതാണ് ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതെന്ന് പറയുന്നത് ശരിക്കും ഫ്രണ്ട് ആണ്. ഓക്കെ, ഫ്രണ്ട് വ്യൂ ആണ്. അതായത് നമ്മുടെ നേരെ കാണുന്ന ഈ ഒരു ഫ്രണ്ട് ഫേസ് ആണ് ഇത് ഈ കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഇതെന്ന് പറയുന്നത് സൈഡ്. ഓക്കെ, ഞാൻ ഒരു കാര്യം ചെയ്യും, ഐ വിൽ യൂസ് ഡിഫറെന്റ് കളേഴ്സ്. സോ ഇതെന്ന് പറയുന്നത് ഫ്രണ്ട് ആണ്. ഓക്കെ, ഫ്രണ്ട് സർഫസ് ആണ് കൈ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ഫ്രണ്ട് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആൻഡ് ദിസ് സൈഡ് വ്യൂ, ഈ കാണിച്ചിരിക്കുന്ന ഈ സൈഡ് ഫേസ് ആണ്. ഓക്കെ, ഈ ഒരു സൈഡ് ഫേസ് ആണ്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ബോട്ടം ഫേസിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? നിങ്ങളൊരു 3 ഡയമെൻഷണൽ രീതിയിൽ ചിന്തിക്കണം. ഈ ബോട്ടത്തിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ബോട്ടം ഫേസ് ആവുമ്പം അതെ, എക്സ് ആൻഡ് വൈ. സോ DX DY AZ അല്ലെ? അതിന്റെ പെർപെൻഡിക്കുലർ ആയിരിക്കും അതിന്റെ ഡയറക്ഷൻ. നമ്മൾ ഇതിനെ മുകളിലേക്കും താഴേക്കുമാണ് പൊക്കുന്നത് അല്ലെ? ഇതിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് മുകളിലേക്കും താഴേക്കും ആയിരിക്കുമല്ലോ ബോട്ടം സർഫസിന്റെ. അങ്ങനെ ആണെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി മുകളിലേക്ക് പോവാം, താഴേക്കും പോവാം. സോ ഇറ്റ് ക്യാൻ ബി പ്ലസ് ഓ മൈനസ്. സോ പ്ലസ് ഓ മൈനസ് DX DY AZ. ഓക്കെ ആണോ അതിന്റെ റെപ്രസെന്റേഷൻ? ഹലോ, ഓക്കെ. ഇനി ഫ്രണ്ട് ആണെങ്കിൽ എങ്ങനെ വരും? ഫ്രണ്ട് ഫേസ് എങ്ങനെ വരും? ഫ്രണ്ട് ഫേസിൽ ഫ്രണ്ട് ഫേസ് എന്തായാലും നമുക്ക് ഇങ്ങനെ നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അധികം ആലോചിക്കേണ്ട ആവശ്യമില്ല അല്ലെ? Z ആൻഡ് Y കോർഡിനേറ്റ്. സോ DZ DY AX. ഇതിനെ എങ്ങനെയായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുക? ദെൻ ഈ ഒരു സൈഡ് ഫേസ് അങ്ങനെ വരും. അത് കുറച്ച് ചിന്തിക്കേണ്ടി വരും. സൈഡ് ഫേസ് അങ്ങനെ വരും. എക്സ് ഉണ്ട്, സെഡും ഉണ്ട് അല്ലെ? ഇങ്ങനെ നോക്കുമ്പം ഈ എക്സ് ഉണ്ട്, ഈ ഒരു എക്സിന്റെ ഡയറക്ഷനിൽ പോകുന്നുണ്ട് ഒരു സൈഡ്, ഈ ഒരു സൈഡ്. ദെൻ സെഡും ഉണ്ട്. സോ DX DZ into AY. ഓക്കെ ആണോ? എന്താണ് ലാസ്റ്റ് പറഞ്ഞ സൈഡ്? അതെ, നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു നോക്കൂ. ആ ഒരു XY പ്ലെയിനിൽ സൈഡിലാണ് ഈ ഒരു സൈഡ് പോർഷൻ. ബാക്കി രണ്ടും മനസ്സിലായെങ്കിൽ ഇത് മനസ്സിലാവണ്ടേ? ഇത് എക്സ്, ഇതാണ് ഈ സൈഡ്. അപ്പൊ ആ സൈഡില് ഈ ഡയറക്ഷൻ എന്താണ്? ഇതെന്ന് പറയുന്നത് എക്സ് ആണ്.
അല്ലേ? നോക്ക് എക്സ് ഇങ്ങനല്ല പോണേ, ആ ഒരു എക്സ് ആണ് ഇത്. ദെൻ ഇതെന്ന് പറയുന്നത് സെഡ്, നേരെ ഇരിക്കുന്നത് സെഡ്. നിങ്ങളൊരു ശരിക്കും ഒരു ഭിത്തിയുടെ സൈഡില്ലേ, ഭിത്തിയുടെ കോർണറിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ബോക്സ് ഇരിക്കുന്നതായിട്ട് ചിന്തിക്കൂ. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഭിത്തിയുടെ കോർണറായിട്ട് ചിന്തിക്കൂ. ഇത് ഒരു ഭിത്തിയുടെ മൂല എടുത്തു കഴിഞ്ഞാൽ ഇത് എക്സ്, ഈ 3 വരകളും ഭിത്തിക്ക് ഉണ്ടല്ലോ മുകളിലേക്കുണ്ട്, സൈഡ് എക്സ് വൈ പെർപെൻഡിക്കുലർ. അവിടെ ഒരു ക്യൂബ് ഇരിക്കുന്നതായിട്ട് ചിന്തിക്കൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. സൈഡ് എന്ന് പറയുന്നത് dx dz ay. ക്ലിയർ ആയോ? ഡൗട്ട് വന്ന ആൾക്ക്? ഓക്കെ, സോ ഇതിനെ നമ്മൾ ഡിഫറൻഷ്യൽ ഏരിയ എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് പ്ലസ് dl എന്ന് പറയുന്നത് പ്ലസ് ഓ മൈനസ് ds ax പ്ലസ് പ്ലസ് ഓ മൈനസ് dy ay പ്ലസ് ഓ മൈനസ് dz az. ദെൻ ഡിഫറൻഷ്യൽ സർഫസ് ആണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഏരിയ. ഡിഫറൻഷ്യൽ സർഫസിനെയാണ് നമ്മൾ പറഞ്ഞ ആ ഒരു ക്യൂബിനെ, ആ ഒരു പർട്ടിക്കുലർ ക്യൂബ് നമ്മൾ 3 ഡയമെൻഷനായിട്ട് റെപ്രസെന്റ് ചെയ്താൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളത്. ലൈക്ക് മാത്തമാറ്റിക്കലി ഹൗ വി റെപ്രസെന്റ് ഈസ് പ്ലസ് ഓ മൈനസ് ഡി എക്സ്. നമ്മളിപ്പോ പ്രാക്ടിക്കലി നമ്മൾ കണ്ട കാര്യം ഈ എഴുതിയിരിക്കുന്നത് എന്താണെന്നാണ്. എന്താണ്? എവിടെയാണ്? ഏത് സൈഡാണ്? ബോട്ടം എക്സും വൈ ആണോ വരിക? ആ, ബോട്ട് എക്സും വൈ തന്നെ എഴുതിയിരിക്കുന്നത്, ഡി എക്സ് ഡി വൈ. അതെ, ബോട്ടം എന്ന് പറയുന്നത് ഡി എക്സ് ഡി വൈ. അതെ, ഇത് ഫ്രണ്ട്, ഇത് സൈഡ്. പറയുന്നത് ഒന്ന് ഓഷണം ഉച്ചത്തിൽ പറയോ? കേൾക്കുന്നില്ല പറയുന്നത്. ബോട്ടം എന്ന് പറയുന്നത് എക്സ് വൈ തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു വാളിന്റെ കോർണർ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ ഒരു എക്സിലും വൈയിലുമാണ് അത് പോകുന്നത്. ക്ലിയർ ആണോ? ഹലോ ഹലോ, ക്ലിയർ ആണോ? നിങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, സോ നമ്മൾ ആ ഡിഫറൻഷ്യൽ സർഫസിനെ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പ്ലസ് ഓ മൈനസ് ഡി എക്സ് ഡി വൈ എ സെഡ് പ്ലസ് ഡി എക്സ് ഡി സെഡ് എ വൈ. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഇത് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതാണ് കണ്ടത്. ദെൻ ഡി എക്സ് ഇൻറ്റു ഡി വൈ ഇൻറ്റു ഡി സെഡ് എന്ന് പറയുന്നതാണ് അവിടുത്തെ വോളിയം. സോ സർഫസ് ആൻഡ് ദെൻ വോളിയം. ഈ ഒരു സാധനത്തിന്റെ വോളിയം എന്ന് പറയുന്നത്, വോളിയം ഓഫ് എ ക്യൂബ് എന്ന് പറയുന്നത് നമ്മൾ സൈഡ് ക്യൂബ് അങ്ങനെ എടുക്കാം. അപ്പം എക്സ് ഇൻറ്റു വൈ ഇൻറ്റു സെഡ് ഡി എക്സ് ഡി. നമ്മൾ ശരിക്കും എന്താണ് ചെയ്തത്? അതിനെ ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റിനെ നമ്മൾ എക്സ് വൈ സെഡ് പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞില്ല. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് പി, ഇത് പോയിന്റ് പി, ഇത് പോയിന്റ് P2. സോ P2 എന്ന് പറയുന്നത് x1 പ്ലസ് ഡി എക്സ്. ഇത് x1 y1 z1 ആണെങ്കിൽ ഇതെന്ന് പറയുന്നത് x1 പ്ലസ് ഡി എക്സ്, x1 പ്ലസ് അതുകൊണ്ടാണ് നമ്മൾ dx dx എന്ന് എടുത്തത്. ഓക്കെ, സൈൻ dx ആവാനുള്ള കാരണം എക്സ് പ്ലസ് ഡി എക്സ് ആകുമ്പോഴാണ് അടുത്ത സൈഡിൽ ചെല്ലുക, ലാറ്ററൽ സൈഡ് 2 കോർണറിൽ ചെല്ലുക. അതാണ് ഡിസ്റ്റൻസ്. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തത്. ഓക്കെ, ഈ റെപ്രസെന്റ് ചെയ്തത് ക്ലിയർ ആണോ? ഓക്കെ, സോ EMTയുടെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഇത്രയും ഉള്ളൂ. ഓക്കെ, നമ്മൾ കുറച്ച് നേരം എടുത്തുള്ളെങ്കിലും 40 minutes എടുത്തുള്ളെങ്കിലും ഐ ഹാവ് ഗിവൺ യു ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ഐ ഫീൽ. സോ ഈ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ നന്നായിട്ട് റിവൈസ് ചെയ്യുക ബിഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. കാരണം ഈ കൺട്രോൾ സിസ്റ്റമോ നെറ്റ്വർക്കോ പോലെയല്ല EMT.
EMTയുടെ കൂടെ നിങ്ങൾ ഓടിയില്ലെങ്കിൽ EMT നിങ്ങൾക്ക് മനസ്സിലാവില്ല. Okay, so that's all for today's class. Thank you. Class.